Your time starts now. നമസ്കാരം, ഞാൻ ഫർഹ, KVPY GMC ട്രിച്ചിയിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. എന്റെ ടോപ്പിക് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനെ പറ്റിയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇന്നത്തെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണ് എന്റെ ടോപ്പിക്. ഇതിലെ ഉള്ളടക്കങ്ങൾ എന്ന് പറയുന്നത് നിർവചനം, രോഗവ്യാപനം, രോഗജനന രീതി, ക്രോൺസ് രോഗം, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ലക്ഷണങ്ങൾ, ചികിത്സ, ഉപസംഹാരം. നെക്സ്റ്റ്. എന്താണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്? നെക്സ്റ്റ് സ്ലൈഡ്. ആന്ത്രവാഹിനിയെ ബാധിക്കുന്ന ദീർഘകാലം തുടരുന്ന പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം രോഗങ്ങളെയാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്: ക്രോൺസ് രോഗവും അൾസറേറ്റീവ് കൊളൈറ്റിസും. നെക്സ്റ്റ്. രോഗവ്യാപനം. നമ്മുടെ ഈ ഡയഗ്രാംസ് ഒക്കെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏഷ്യയിലും പ്രധാനമായി ഇന്ത്യയിലും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസിന്റെ വ്യാപനം അതിരൂക്ഷമാണ്. ഇതിൽ ലിംഗാനുപാതം നോക്കിയാൽ, ആൺ പെൺ അനുപാതം നോക്കിയാൽ 1.8:1 1.1:1 ഇതിലെ അനുപാതം. നെക്സ്റ്റ്. രോഗജനന രീതി. പ്രധാനമായും 4 ഘടകങ്ങളാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനെ രോഗജനന രീതിയുമായി ബന്ധപ്പെട്ടത്: പരിസ്ഥിതി ഘടകങ്ങൾ, ജനിത പ്രവണതകൾ, പ്രതിരോധ വ്യവസ്ഥ തകരാർ, ആന്ധ്ര ബാക്ടീരിയ. നെക്സ്റ്റ്. രോഗജനന രീതിയിലേക്ക് നമുക്ക് ഒന്നുകൂടിയും അവലോകനം ചെയ്യാം. ഇതിന് 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ ഘട്ടം രോഗത്തിന് മുൻപുള്ള ഘട്ടം, രണ്ടാമത് വരുന്നത് ത്വരിത ആന്തരിക വീക്കം, മൂന്നാമത്തത് ദീർഘകാല ഘട്ടം. ഇതിലാണ് നിർത്തലോ പരിഹാരമോ ലഭിക്കല്. നാലാമത്തെ ഘട്ടം ടിഷ്യൂ നാശവും സങ്കീർണതകളും. ഒന്നാമത്തെ ഘട്ടത്തിൽ രോഗത്തിന് മുമ്പുള്ള ഘട്ടം. ഗവേഷകർ സൂചിപ്പിക്കുന്നത് IBD രൂപപ്പെടുന്നത് ജനിതകവും പരിസ്ഥിതികവുമായ അനേകം ഘട്ടങ്ങളുടെ ഫലമാണ്. ജനിതക ഘടകങ്ങൾ IBD രോഗങ്ങളിൽ ഏകദേശം 4-ൽ ഒരാളിന് രോഗത്തിന്റെ കുടുംബചരിത്രം കാണപ്പെടുന്നു. ഉദാഹരണത്തിന് NOD2, ATG16L1 തുടങ്ങിയ ജീനുകളിൽ തകരാറുണ്ടാകുന്നത് ആന്തര മ്യൂക്കോസൽ പ്രതിരോധത്തിൽ ദോഷം വരുത്തുന്നു. പരിസ്ഥിതി ഘടകങ്ങളായ പുകവലി, സമ്മർദ്ദം, അസന്തുലിതമായ ഭക്ഷണക്രമം, ആന്റിബയോട്ടിക് മരുന്നുകൾ, നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗങ്ങളൊക്കെ IBDയുടെ തുടക്കത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഇതിനു ഫലമായി ആന്ത്രതടസ്സം ദുർബലമാകുകയും ബാക്ടീരിയ ഉൽപ്പന്നങ്ങളായ LBS ലാമിന പ്രോപ്രിയയിലൂടെ അകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് ത്വരിത ആന്തരിക വീക്കം. ആന്ത്രതടസ്സം കടന്ന ബാക്ടീരിയ ഉൽപ്പന്നങ്ങൾ ലാമിന പ്രോപ്രിയയിലേക്ക് കടന്നു ചെന്ന് അവിടെ മാക്രോഫേജുകളും T സെല്ലുകളുമായി പ്രവർത്തനം ആരംഭിച്ച് TNF ആൽഫ, IL-1 തുടങ്ങിയ സൈറ്റോകൈനുകൾ പുറത്തുവിടുന്നു. ശരീരം ഈ ജ്വലനത്തെ നിയന്ത്രിക്കാൻ പ്രതിരോധ പ്രവർത്തനം പ്രചരിപ്പിച്ചാലും അനിയന്ത്രിതമായി തുടർന്നാൽ മ്യൂക്കോസൽ ടിഷ്യൂവിന് ആഴത്തിൽ നാശം സംഭവിക്കാൻ ഇടയാക്കും. മൂന്നാമത്തെ ഘട്ടമാണ് ദീർഘകാല ഘട്ടം. ഇവിടെയാണ് നിർത്തലോ പരിഹാരമോ ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ 2 വഴികളിലേക്ക് വളരാം. ഒന്ന്, ശരീര നിയന്ത്രണ കോശങ്ങൾ അഥവാ റെഗുലേറ്ററി T സെല്ലുകൾ അല്ലെങ്കിൽ IL-10 സജീവമാക്കി ജ്വലനം ശമിപ്പിച്ചാൽ ടിഷ്യൂ പുനരുദ്ധിക്കപ്പെടും. നിയന്ത്രണം പരാജയപ്പെട്ടാൽ പ്രതിരോധ പ്രവർത്തനം തുടരുകയും ദീർഘകാലം ജ്വലനം നിലനിൽക്കുകയും ചെയ്യും. ദീർഘകാല ജ്വലനത്തിൽ ലാമിന പ്രോപ്രിയയിൽ ലിംഫോസൈറ്റുകളും മറ്റു പ്രതിരോധ കോശങ്ങളും കനത്തൽ നൽകിയുള്ളത് മൂലം മ്യൂക്കോസൽ നാശം സംഭവിക്കുകയും വൃദ്ധിപ്പെരുപ്പവും ഉണ്ടാവുകയും ചെയ്യുന്നു. നാലാമത്തെ ഘട്ടമാണ് ടിഷ്യൂ നാശവും സങ്കീർണതകളും. ദീർഘകാല ജ്വലന ഫലമായി മ്യൂക്കോസൽ ടിഷ്യൂവിൽ ഫൈബ്രോസിസ് ഉണ്ടാകുന്നതിലൂടെ ആന്ത്രം ചുരുക്കപ്പെടുന്ന സ്റ്റീനോസിസ് സംഭവിക്കും. കൂടാതെ ആന്ത്ര അൾസറുകളും ആബ്സസുകളും ഫിസ്റ്റുലകളും കാണപ്പെടുന്നു. നെക്സ്റ്റ്.
ക്രോൺസ് രോഗം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ക്രോൺസ് രോഗവും അൾസറേറ്റീവ് കൊളൈനൈറ്റിസും ഉള്ളത്. അതിൽ ക്രോൺസ് രോഗത്തിൽ ആന്ത്രഭിത്തിയുടെ എല്ലാ പാളികളെയും ബാധിക്കുന്ന ആഴത്തിലുള്ള അണുബാധയാണ് കാണപ്പെടുന്നത്. സ്കിപ്പ് ലീഷൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഇതിലുണ്ട്. അതായത് രോഗബാധിത ഭാഗങ്ങൾക്കിടയിൽ സാധാരണ ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ടെർമിനൽ ഇലിയത്തിലും ഇലിയോസീക്കൽ വാൽവിലും സീക്കത്തിലുമാണ്. നെക്സ്റ്റ്, ക്രോൺസ് രോഗത്തിന്റെ പ്രത്യേകതകൾ. ഇതിൽ സ്കിപ്പ് ലീഷൻസ് ആണ് ഇതില് പ്രധാനമായും ഉണ്ടാവുന്നത്. അതുപോലെ ഇത് ഫിസ്റ്റുല, ഡീപ്പായിട്ടുള്ള ഫിഷർ കാണുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ അൾസേഴ്സ് ഉണ്ട്, കോബ്ലർ സ്റ്റോൺസ് ഒക്കെ കാണുന്നു. ഹിസ്റ്റോ പത്തോളജി നോക്കുമ്പോൾ ഡീപ്പായിട്ടുള്ള ഫിഷേഴ്സ് കാണാൻ പറ്റും. നോൺ സീറ്റിംഗ് ഗ്രാനുലോമയും കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇത് കോളത്തിലല്ല രക്തത്തിലും മാത്രമാണ് കാണുന്നത്. ഇത് പല ഇനങ്ങളിലായിട്ട് വരുന്നുണ്ട്. പ്രോസൈറ്റിസ്, ഡിസ്റ്റൽ കൊളൈറ്റിസ്, എക്സ്റ്റൻസീവ് കൊളൈറ്റിസ്, പാൻകൊളൈറ്റിസ് ഒക്കെ. ഇതിൽ മ്യൂക്കോസൽ അണുബാധയാണ് നടക്കുന്നത്. ബാഹ്യമായ അൾസർ മാത്രമേ കാണുന്നുള്ളൂ. തുടർച്ചയായ ലക്ഷണങ്ങളും ഇതിന്റെ ഒരു സവിശേഷതയാണ്. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് രക്തത്തിലാണ്. കണ്ടിന്യൂസ് തുടരെയുള്ള ഒരു ലക്ഷണങ്ങളാണ് ഇതിന്റെ പ്രധാനം. നെക്സ്റ്റ്, കോൺസ് രോഗവും അൾസർ കൊളൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം. അൾസറേറ്റീവ് കൊളൈറ്റിസ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഇൻവോൾവ്മെന്റ് അവിടെ കാണാൻ സാധിക്കും. സ്യൂഡോ പോളിപ്സും കാണാം. ക്രോൺസ് ഡിസീസിലാണെങ്കിൽ സ്കിപ്പ് ലീഷൻസ് ആണ് പ്രധാനമായും ഉണ്ടാകുന്നത്. അത് നമ്മുടെ GITയുടെ ഏത് ഭാഗത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ലക്ഷണങ്ങൾ. പ്രധാന ലക്ഷണങ്ങൾ ഓരോ വ്യക്തികൾക്ക് അനുസൃതമായും കാലാനുസൃതമായും വ്യത്യാസമായിരിക്കും. അതിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വയറുവേദന, ഡയേറിയ, അതിൽ രക്തവും കാണാം, വിശപ്പില്ലായ്മ, ദീർഘകാല അതിസാരം, ഭാരം കുറയൽ, അതുപോലെ സന്ധിവേദന, കണ്ണിലെ അണുബാധ, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിനാൽ തന്നെ IBയുടെ ഒരു സിസ്റ്റമാറ്റിക് ഡിസീസ് ആണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, നിർണയം. IBDയുടെ രോഗനിർണയം, ലക്ഷണങ്ങൾ, എൻഡോസ്കോപ്പി, ഹെപ്പറ്റോപത്തോളജി എന്നിവ ചേർന്നതാണ്. എൻഡോസ്കോപ്പി വിത്ത് ബയോപ്സി ആണ് ഗോൾഡൻ സ്റ്റാൻഡേർഡ്. CRPSR പോലുള്ള രക്തപരിശോധനകൾ അണുബാധയുടെ തോത് കാണിക്കുന്നു. MRI പോലുള്ള ഇമേജിംഗ് പരിശോധനകൾ രോഗവ്യാപനം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ചികിത്സ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസിന്റെ ചികിത്സ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചു സ്റ്റെപ്പ് രീതിയിലാണ്. ലഘുവായ രോഗാവസ്ഥയിൽ അമിനോസാലിസൈലേറ്റ് ഉപയോഗിക്കുന്നു. കൂടുതൽ തീവ്രമായ അവസ്ഥയിൽ സ്റ്റിറോയിഡ്സ്, ഇമ്മ്യൂണോമോഡുലേറ്റേഴ്സ് ആവശ്യമായി വരും. സങ്കീർണതകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ശസ്ത്രക്രിയ പരിഗണിക്കുന്നത്. ചികിത്സയുടെ ലക്ഷ്യം റെമിഷൻ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, next slide. One slide is missing, sir. Sorry, conclusion slide is missing.